الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خلق الله السماوات والأرض بالحق إن في ذلك لآية للمؤمنين اتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون صدق الله العلي العظيم ബഹുമാന്യനായ സഹോദരി സഹോദരന്മാർ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്ക് വണങ്ങിയും വഴങ്ങിയും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് റൂഹ് പിരിയുന്ന നേരം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി മരണം വരെയും നിലനിന്നു പോകാൻ, അതുവഴി അല്ലാഹുവിനെ സന്തോഷത്തോടുകൂടി നിർവൃതിയോടുകൂടി നാഥനെ കണ്ടുമുട്ടാൻ നാളെ അല്ലാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈനംദിന ജീവിതത്തിൽ നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരം കേവലം അധര ചലനങ്ങളും അംഗചലനങ്ങളും മാത്രമായി പോകാതെ അതിൻ്റെ ആത്മചൈതന്യത്തോടു കൂടി നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായത്. നമസ്കാരത്തിന്റെ ഖുശൂഇന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള 6 ഘടകങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആകാശഭൂമികൾക്കിടയിലുള്ള സകല ചരാചരങ്ങളും ഇവയൊക്കെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തു പോരുന്ന രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊന്നും തന്നെ കേവലം വിനോദത്തിനു വേണ്ടി പടച്ചിട്ടുള്ളതല്ല. ബിൽ ഹഖ്, തികഞ്ഞ യാഥാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് അല്ലാഹു ഇതൊക്കെയും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഖലഖല്ലാഹു സമാവാതി വൽ അർദി ബിൽ ഹഖ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തുടർന്ന് പറയുന്നത് ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിൽ മുഅ്മിനീൻ, നിശ്ചയമായും വിശ്വാസികൾക്ക് അതിലൊക്കെ ഒരുപാട് പാഠങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉണ്ട് എന്നാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയുകയാണ്, അല്ലയോ മനുഷ്യ, ഭൂമിയിലുള്ളത് മുഴുവനും ഞാൻ നിനക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്.
നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിൽ മനം മയങ്ങിക്കൊണ്ട് നിന്നെ ആർക്ക് വേണ്ടി സൃഷ്ടിച്ചോ ആ എന്നെ നീ മറന്നു പോകരുത്. ഖലഖലക്കും മാഫിൽ അർദി ജമീഅ എന്നല്ലാഹു പറയുന്നത്, ഭൂമിയിലുള്ളത് മുഴുവനും നാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന് മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നുണ്ട്. മനുഷ്യവംശത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ജീവിതമാസകലം അള്ളാഹുവിന്റെ അനുസരണമുള്ള അടിമയായി ജീവിതം നയിക്കാൻ വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആരാധനകളിലായാലും ആഘോഷങ്ങളിലായാലും പള്ളിയിലായാലും പള്ളിക്കൂടത്തിലായാലും പാർലമെന്റിലായാലും കൃഷിയിലും കച്ചവടത്തിലും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ഇടപാടുകളിലും സാമ്പത്തിക മേഖലകളിലും എല്ലാ രംഗങ്ങളിലും ജീവിതം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും പടച്ചവന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ജീവിതത്തിന്റെ പ്രഥമ പടിയിലുള്ള അള്ളാഹുവിനുള്ള ഈ അനുസരണ ബോധത്തിന്റെ പ്രകടന രൂപങ്ങളിൽ ഒന്നാമത്തേതായിട്ടാണ് നമസ്കാരം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പടച്ചവന്റെ കൽപ്പനകൾ ഒരടിമ എന്ന നിലക്ക് അനുസരിക്കാനുള്ള നമ്മുടെ സന്നദ്ധതയുടെ ഒന്നാമത്തെ പ്രകടന രൂപമാണ് നമസ്കാരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ നമസ്കരിക്കണം എന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ മറുപടി അത് തന്നെയാണ്. എന്തുകൊണ്ട് ഞാൻ നമസ്കരിക്കണം എന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ മറുപടി അത് തന്നെയാണ്. എന്റെ റബ്ബ് എന്നോട് നമസ്കരിക്കാൻ കൽപ്പിച്ചു. ഞാൻ അള്ളാഹുവിന്റെ അടിമയും പടച്ച റബ്ബ് എന്റെ സൃഷ്ടാവുമാണ്, എന്റെ നാഥനുമാണ്. അതുകൊണ്ട് ആ കൽപ്പന അനുസരിക്കാൻ ഞാൻ നമസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, തന്റെ സന്നിധിയിലേക്ക് അള്ളാഹു വിളിച്ചു വരുത്തിയിട്ടാണ് നമസ്കാരത്തിനുള്ള കൽപ്പന അള്ളാഹു നൽകുന്നത്. പിന്നീട് നമസ്കാരത്തിന്റെ വിശദാംശങ്ങൾ, അതിന്റെ സമയവും അതിന്റെ വഖ്തുകളും അതിന്റെ റക്അത്തുകളും അതിന്റെ കർമ്മങ്ങളും അതിൽ ചൊല്ലേണ്ടതും അതിൽ ചെയ്യേണ്ടതും എന്ന് പറഞ്ഞാൽ അതിന്റെ അഖ്വാലുകളും അതിന്റെ അഫ്ആലുകളും ഒക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടാണ് പിന്നീട് അതിന്റെ വിശദാംശങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം അതിന്റെ പൂർണ്ണ രൂപത്തിൽ നിർവഹിക്കുകയും തന്റെ അനുയായികളോട് തന്നിൽ നിന്നും അത് കണ്ട് മനസ്സിലാക്കി നിർവഹിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കാണുന്നത് അതുപോലെ നിങ്ങളും നമസ്കരിക്കുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തലമുറയെ നമസ്കാരത്തിന്റെ പാഠങ്ങൾ അഭ്യസിപ്പിക്കുകയാണ്. നമസ്കാരം നിലനിർത്തുന്ന ഒരു വലിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കുകയാണ് അഷ്റഫുൽ ഖൽഖ്. ആ തലമുറ അത് അവർക്ക് പിറകിൽ വന്നവർക്ക് പകർന്നു നൽകുകയാണ്. സഹാബികൾ താബിയുകൾക്കും താബിയുകൾ താബിയുകൾക്കും പകർന്നും പഠിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബെ കിറാമും അവരെ പിന്തുടർന്ന സലഫു സ്വാലിഹികളും നിർവഹിച്ച അതേ രൂപത്തിൽ അതേ പ്രാധാന്യത്തിൽ നമസ്കാരം നിർവഹിക്കുവാനും നിലനിർത്തുവാനും നമുക്ക് ശേഷം വരുന്ന തലമുറകൾക്ക് ആ നമസ്കാരമാകുന്ന ഇസ്ലാമിന്റെ പ്രഥമ സ്തംഭത്തെ പകർന്നു കൊടുക്കുവാനും പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. നമ്മൾ ഈ ദീനിന്റെ നെടുന്തൂണിനെ നിലനിർത്തിയാൽ മാത്രമേ അടുത്ത തലമുറ, നമ്മുടെ കുട്ടികൾ അത് പിന്തുടരുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മദ്രസയിൽ നിന്നും നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ മക്കൾ നമസ്കാരം നിലനിർത്തുന്നവരാകും എന്ന് നമ്മൾ ആശ്വസിക്കാൻ പാടില്ല. മക്കളോട് നമസ്കരിക്കാൻ പറയാനുള്ള അർഹത നമുക്കുണ്ടായിരിക്കണം. മുറു ഔലാദക്കും ബിസ്വലാ ഇദാ മലഅ സബ്അ സിനീൻ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നമസ്കാരം കൽപ്പിക്കണം അവർക്ക് 7 വയസ്സാകുമ്പോൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇത് കേവലം ഒരു കൽപ്പനയിൽ പരിമിതപ്പെടരുത്. കാരണം നമ്മൾ പറയുന്നത് അനുസരിക്കുന്നതിനേക്കാളും നമ്മെ അനുകരിക്കാനാണ് നമ്മുടെ മക്കൾക്ക് താല്പര്യം ഉണ്ടാവുക. നമ്മളെ അനുകരിക്കാനാണ്, നമ്മൾ ചെയ്യുന്നത് ചെയ്യാനാണ് അവർക്ക് താല്പര്യം ഉണ്ടാവുക, നമ്മൾ പറയുന്നത് കേൾക്കുന്നതിനേക്കാളും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. എന്തിനാണ് നമസ്കാരം എന്താണ് ഇനി നമസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത് എന്നതിനുള്ള ഒന്നാമത്തെ ഉത്തരം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നമസ്കരിക്കാൻ കൽപ്പിച്ചു. ആ കൽപ്പന അനുസരിക്കാൻ അല്ലാഹുവിന്റെ അടിമ എന്ന നിലക്ക് നമ്മൾ ബാധ്യസ്ഥരാണ് എന്നതുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നു. എന്താണ് നമസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? അതും വിശുദ്ധ ഖുർആൻ മറുപടി നൽകിയിട്ട് അഖിമിസ് സ്വലാത്ത ലിദിക്രി, അത് ദൈവസ്മരണയാണ്. നിങ്ങൾക്ക് ജീവനും ജീവിതവും ജീവിത സൗകര്യങ്ങളും ഒക്കെ നൽകിയ റബ്ബിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല.
അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാശവും നഷ്ടവും പരാജയവും മാത്രമേ വരുത്തി വെക്കുകയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്നതിലൂടെ നമ്മെ പാപമാലിന്യങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ഈ പരിശീലന പ്രക്രിയ നമ്മളിൽ നിലനിന്നു പോയേ മതിയാകൂ എന്നുള്ളതാണ്. സ്വല്ല എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. സ്വല്ല എന്ന വാക്കിന് നമസ്കാരം, പ്രാർത്ഥന എന്നിവയ്ക്ക് പുറമെ തീയിൽ പ്രവേശിപ്പിക്കുക എന്ന ഒരു അർത്ഥം അതിൽ ഉണ്ട്. ഈ സ്വർണ്ണപ്പണിക്കാർ അഥവാ ഈ ജുവൽ മേക്കേഴ്സ് സ്വർണം തീയിലിട്ടുകൊണ്ട് അതിന്റെ മാച്ച്, അതിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ചെമ്പിന്റെ അവസാന അംശലേശങ്ങളും വേർതിരിക്കുന്ന ഒരു പണി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പ് തീയിൽ പഴുപ്പിച്ച് രൂപമാറ്റം വരുത്തുന്നതിനെയും സ്വല്ല എന്ന് പറയാറുണ്ട്. ഞാൻ പറയുന്നത് നമ്മെ ശുദ്ധീകരിക്കാൻ, നമ്മെ പ്യൂരിഫൈ ചെയ്യാൻ, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമ എന്ന ആ ഒരു ഡൈയിൽ, ആ മൂശയിൽ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ആലയാണ്. കൊല്ലന്മാരുടെ വർക്ക്ഷോപ്പിനാണ് നമ്മൾ ആല എന്ന് പറയാം. അല്ലെങ്കിൽ അതിനുള്ള ഒരു അടുപ്പാണ് നമസ്കാരം എന്ന് പറയുന്നത്. നമ്മെ സൃഷ്ടിച്ച മഹത്തായ ഒരു ലക്ഷ്യം നിർവഹിക്കാൻ, മനുഷ്യൻ എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതിന്റെ മഹത്തായ ലക്ഷ്യം നിർവഹിക്കാൻ വേണ്ടിയുള്ള പാകപ്പെടുത്തിയെടുക്കലായി, രൂപപ്പെടുത്തിയെടുക്കലായി, പടച്ചവന്റെ ദൗത്യം നിർവഹിക്കാൻ, ഖലീഫത്തുല്ലാഹി ഫിൽ അർദ് എന്ന ഭൂമിയിലെ പടച്ചവന്റെ പ്രാതിനിധ്യം നിർവഹിക്കാനുള്ള പാകപ്പെടുത്തലായി നിശ്ചയിക്കപ്പെട്ട നമസ്കാരം, ആ ക്രമം നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത്. ആ ക്രമം നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഞാൻ നമസ്കരിക്കുന്നത്? അള്ളാഹുവിനോട് നമസ്കരിക്കാൻ കൽപ്പിച്ചത് കൊണ്ടാണ്. എന്തിനാണ് അള്ളാഹുവിനോട് നമസ്കരിക്കാൻ കൽപ്പിച്ചത്? പടച്ചവനെ നിരന്തരം ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ എന്താണ് സാധിക്കേണ്ടത്? എന്റെ ജീവിതം അരുതായ്മകളിൽ നിന്നും അകറ്റി നിർത്തപ്പെടുക, തെറ്റുകുറ്റങ്ങളിൽ നിന്നും മുക്തമായി ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി ഞാൻ മാറുക എന്നതാണ്. ഈ ഒരു ക്രമം മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരാൾക്ക് ചിന്തിക്കാമല്ലോ, അള്ളാഹുവിനെ ദിക്ർ ചെയ്താൽ പോരെ, അതിന് നമസ്കാരം തന്നെ വേണമെന്നില്ലല്ലോ. എനിക്ക് മലമുകളിൽ പോയി ഒറ്റയ്ക്കിരുന്നാലാണ് കൂടുതൽ പടച്ചവനെ ഓർക്കാൻ കഴിയുക. അതല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അകന്നു നിന്നാൽ പോരെ, അതിന് നമസ്കാരം തന്നെ വേണമെന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഞാൻ പറയുന്നത്, ഈ ക്രമം മനസ്സിലാക്കിയില്ലെങ്കിൽ അങ്ങനെ പല ചിന്തകളും ആരുടെയും മനസ്സിൽ കടന്നു വരാവുന്നതാണ് എന്നാണ്. പടച്ചറബ്ബിനോട് കൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ നമസ്കരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ വേറെ ചോദ്യമില്ല. കാരണം ഞാൻ അള്ളാഹുവിന്റെ അടിമയും പടച്ചറബ്ബ് എന്റെ ഉടമയുമാണ്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചവനുള്ള, ഞാൻ അള്ളാഹുവിന്റെ അനുസരണമുള്ള അടിമയാണ് എന്ന് കർമ്മത്തിലൂടെ തെളിയിക്കാനുള്ള ഒന്നാമത്തെ അടയാളമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്ന് പറയുന്നത്. ശരീരം കൊണ്ട് നമ്മുടെ നാഥന് വേണ്ടി നിർവഹിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല, പ്രവാചകരെ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട, പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മം എന്താണ്? പ്രവാചകന്റെ മറുപടി, അസ്വലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഒരടിമയിൽ നിന്നും അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ, പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് സൗകര്യവും ഒഴിവും ഉള്ള നേരം നോക്കി തോന്നുമ്പോൾ തോന്നുന്നത് പോലെ ചെയ്യേണ്ട ഒന്നല്ല നമസ്കാരം എന്നും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വിശ്വാസികൾക്ക് സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ടതാണ് നമസ്കാരം. നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ്, കാലങ്ങളായി നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈനംദിന ജീവിതത്തിലെ ഇതര കാര്യങ്ങളെ പോലെ, മറ്റു ദൈനംദിന ജീവിത ഇടപാടുകളെ പോലെ നമ്മുടെ നമസ്കാരവും ഒരു യാന്ത്രികമായ കർമ്മമായി തീരുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിച്ച് നോക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്, ഷോപ്പിൽ പോകുന്നുണ്ട്, ഇതുപോലെ അതിനിടയിൽ നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അവയവങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ മനസ്സ് നിസ്സംഗമായ അവസ്ഥയിൽ തുടരുകയും ചെയ്യും എന്നതായിരിക്കും അതുകൊണ്ട് സംഭവിക്കുക. ഒരു കർമ്മം നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ അതൊരു ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അതിന്റെ ആത്മാവ് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, അതിന്റെ ചൈതന്യം നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, അത് കേവലം യാന്ത്രികമായി ജീവിതത്തെ സ്പർശിക്കാതെ ചുണ്ടുകളും നാവുകളും ഒക്കെ അനങ്ങുമ്പോഴും ഹൃദയം നിർവികാരമായി പോകുന്നൊരവസ്ഥ. നമസ്കാരം പതിവ് പരിപാടിയുടെ വിരസമായ ആവർത്തനമായി തോന്നുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഭയപ്പെടണം. നമ്മൾ ഭയപ്പെടണം. പടച്ചവനും പരലോകവും, പരലോകത്തെ ജസാവും അദാബും ഒക്കെ നമ്മുടെ ഹൃദയ മസ്തിഷ്കങ്ങളിൽ ഒരു സജീവ യാഥാർത്ഥ്യമായി നമുക്കിനിയും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന്, ഒരു യഖീനായി
ഒരു യഖീനായി നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മസ്തിഷ്കത്തിൽ പടച്ചവനും പരലോകവും, പരലോകത്തെ നമ്മുടെ വിചാരണയും അതുപോലെ തന്നെ അദാബും ജസാവും ഒന്നും ഇനിയും ഒരു സജീവ യാഥാർത്ഥ്യമായി നമ്മുടെ ഹൃദയ മസ്തിഷ്കങ്ങളിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് നമ്മൾ ഭയപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി അസ്സലാത്തുഹു. അന്ത്യനാളിൽ ഒരു അടിമയുടെ കർമ്മങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ ആദ്യമായി അവന്റെ അമലുകളുടെ ഭാണ്ഡത്തിൽ നിന്നും വിചാരണയ്ക്ക് വേണ്ടി എടുക്കുക സ്വലാത്തുഹു, അവന്റെ നമസ്കാരമായിരിക്കും. ഫൈദാ സ്വലഹത്ത് ഫഖദ് അഫ്ലഹ വ അൻജഹ. അതിന്റെ കാര്യത്തിൽ തൃപ്തികരമാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ ഫഖദ് അഫ്ലഹ വ അൻജഹ, അവർ വിജയിച്ചു, അവർ രക്ഷപ്പെട്ടു. ഫൈദാ ഫസദത് ഫഖദ് ഖാബ വ ഖസിറ. ഇനി ആ നമസ്കാരമാകുന്ന ഇസ്ലാമിക ജീവിതത്തിന്റെ നെടുന്തൂണിനെ കുഴപ്പത്തിലകപ്പെടുത്തിയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ പരാജയപ്പെട്ടു, അവൻ നഷ്ടപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമസ്കാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും അത് നമ്മുടെ ജീവിത വിജയത്തിൽ വഹിക്കുന്ന പങ്കുമൊക്കെ, ജീവിതത്തിന്റെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഈ സ്വലാത്ത് നിർവഹിക്കുന്ന പങ്കും യഥാവിധി മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിന് വേണ്ടി പടച്ചവന്റെ ഭവനത്തിൽ നിന്നുള്ള വിളി അത് കേൾക്കുമ്പോൾ നമുക്കൊരിക്കലും ഉറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയ അത് നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിലുള്ള നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന സ്വാധീനവും നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുന്നിടത്ത് യഥാർത്ഥ നമസ്കാരം വഹിക്കുന്ന പങ്കും നാളെ പരലോകത്ത് നമ്മുടെ വിജയത്തിൽ അതിനുള്ള സ്ഥാനവും നമ്മൾ വേണ്ട വിധം മനസ്സിലാക്കുകയാണെങ്കിൽ പടച്ചവന്റെ ഭവനത്തിൽ നിന്ന് നമസ്കാരത്തിലേക്കുള്ള വിളി കേൾക്കുന്ന ഒരു വിശ്വാസിക്ക് അതിന് ഉത്തരം നൽകാതെ കിടന്നുറങ്ങാൻ കഴിയില്ല. അത് എത്ര തണുപ്പുള്ള രാത്രിയാണെങ്കിലും എന്തുമാത്രം ഗാഠനിദ്രയിലാണെങ്കിലും ഈ വിളി കേൾക്കുമ്പോൾ അത്തരം വിശ്വാസികളുടെ ഹൃദയത്തിൽ ചില ചലനങ്ങളൊക്കെ ഉണ്ടാകും, ചില സംഘടനകൾ ഉണ്ടാകുമെന്നാണ്. പിശാചിന്റെ ദുഷ്പ്രേരണ ഒരു വശത്തുള്ളപ്പോ പടച്ചവനും പരലോകവും അവിടുത്തെ രക്ഷാശിക്ഷയും ഒക്കെ മറുവശത്തും ഉണ്ടാകുമ്പോൾ ഇബ്ലീസിന്റെ ദുർബോധനത്തെ പരാജയപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ പടച്ചവനും പരലോകവും സ്വർഗ നരകങ്ങളും ഒക്കെ നമ്മുടെ ഹൃദയ മസ്തിഷ്കങ്ങളിൽ സജീവമാകണം. ഏത് നിമിഷവും അവസാനിക്കുമെന്ന് ഉറപ്പുള്ള ഈ നിസ്സാരമായ ദുനിയാവിലെ ഏതാനും നിമിഷ നേരത്തെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി അറ്റമില്ലാത്ത പരലോക ജീവിതത്തിലെ സ്വർഗീയ ജീവിതം നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മൾ. അത് മടയത്തരമാണ്, ബുദ്ധിയുള്ളവർക്ക് ചേരാത്ത പണിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ മഹത്വം വിളംബരം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശവാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പടച്ചവന്റെ ഭവനത്തിൽ നിന്നും ഉയരുന്ന വർത്തമാനങ്ങൾ ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ എന്ന് വിളിക്കുമ്പോ നമസ്കാരത്തിലേക്ക് വരിക, ഹയ്യ അലൽ സ്വലാ നമസ്കാരത്തിലേക്ക് വരിക, ഹയ്യ അലൽ ഫലാ നിങ്ങൾ വിജയത്തിലേക്ക് വരിക. നിങ്ങൾ ഈ വിളിക്ക് ഉത്തരം നൽകുക എന്നതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ തന്നെ വിജയത്തിലേക്ക് വരിക എന്നതാണ്. നമ്മുടെ തന്നെ വിജയത്തിന് വേണ്ടിയുള്ള ഈ വിളി ശ്രദ്ധിച്ചു കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ സമിഅതും നിദാഅ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ. മുഅദ്ദിന്റെ ശബ്ദം, മുഅദ്ദിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടാൽ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ, ആ ബാങ്ക് വിളിക്കുന്ന ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണം. ആവർത്തനം അഭികാമ്യമല്ലാത്തിടത്ത് പ്രതിവചനമാണ് ഉണ്ടാകേണ്ടത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ എന്ന് കേൾക്കുമ്പോൾ നമ്മളും അത് തന്നെ ആവർത്തിക്കുകയല്ല വേണ്ടത്, മറിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എല്ലാ ശക്തിയും കഴിവുകളും അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും ഇല്ല തന്നെ എന്ന് നമ്മൾ അതിനോട് പ്രതികരിക്കുകയാണ് വേണ്ടത്. വിളിക്കുന്നവന് വിളിക്കാൻ കഴിവ് നൽകിയവൻ അവനാണ്. വിളി കേൾക്കാത്തവന് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനും അവൻ തന്നെയാണ്. സുബഹി ബാങ്കിന്റെ വിളിയുണ്ട്, അസ്വലാത്തു ഖൈറും മിനൻ നൗം, അല്ലേ? ആ വിളി കേൾക്കുമ്പോ അതും ആവർത്തിക്കുകയല്ല വേണ്ടത്, മറിച്ച് അതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. സ്വദഖത, സത്യമാണ് നീ പറഞ്ഞത്, യാഥാർത്ഥ്യം തന്നെയാണ് നീ വിളിച്ചു പറഞ്ഞത്, യാഥാർത്ഥ്യം തന്നെയാണ് നീ ഓർമ്മപ്പെടുത്തിയത്. ഈ യാഥാർത്ഥ്യം ഈ പുലർക്കാലത്ത് വിളിച്ചു പറയുക വഴി താങ്കൾ പുണ്യം ചെയ്തിരിക്കുന്നു. ചിലയിടങ്ങളിൽ എന്ന് കൂടിയുണ്ട്. നിന്റെ ഈ വിളിച്ചു പറയൽ അത് ഞങ്ങളെ ഉറക്കിൽ നിന്നും ശല്യം ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, ഈ തണുപ്പുള്ള രാത്രിയിൽ പുതച്ചു കിടക്കുന്ന ഞങ്ങളെ ശല്യം ചെയ്യാനല്ല അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിച്ചു പറയുന്നത്, മറിച്ച് സദഖത വ ബരിർത, ഞങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ്, നസഹത ഞങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ്.
ഇസ്ലാമിക സമൂഹത്തോടുള്ള ഗുണകാംക്ഷയാണ്. ഇസ്ലാമിക സമൂഹം ഉണർന്നെഴുന്നേൽക്കട്ടെ. ഇസ്ലാമിക സമൂഹം അവരുടെ വിജയമാർഗത്തിലേക്ക് ഉണർന്നു വരട്ടെ. ഇസ്ലാമിക സമൂഹം അവരുടെ ജീവിത ദൗത്യത്തിൽ കർമ്മോത്സുകരായി തീരട്ടെ. ഉറക്കത്തിന്റെ ആലസ്യത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റുകൊണ്ട് അവർ പടച്ചവനിലേക്കും അവരുടെ തന്നെ സ്വർഗത്തിലേക്കും നടന്നെടുക്കട്ടെ എന്ന ഗുണകാംക്ഷ കൊണ്ടാണ് എന്ന് നമ്മൾ സമ്മതിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പള്ളിയിൽ നിന്നും ഉയരുന്ന ഈ വിളംബരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ലോകത്ത് 24 മണിക്കൂർ പടച്ചവന്റെ മഹത്വം, അവന്റെ ഉലൂഹിയത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത്, വിശ്വാസികളോടുള്ള വിജയ വിളംബരം ഇതിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ എന്തൊക്കെ ആരോപണങ്ങൾ സത്യത്തിന്റെ ശത്രുക്കൾ ഉന്നയിച്ചാലും, പ്രവാചകനെതിരെ തെറ്റിദ്ധരിപ്പിക്കലുകളും കാർട്ടൂണുകളും വ്യക്തിഹത്യാ ശ്രമങ്ങളും പ്രവാചക വ്യക്തിത്വത്തെ അപഹസിക്കുവാനുള്ള ബോധപൂർവമായ ഗൂഢാലോചനകളും എല്ലാ കാലത്തും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അല്പായുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനൊക്കെ കേവലം അല്പായുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. താങ്കളുടെ കീർത്തിയെ, താങ്കളുടെ നാമത്തെ, താങ്കളുടെ യശസ്സിനെ നാം ഉയർത്തുക തന്നെ ചെയ്യും. താങ്കളെ കുറിച്ചുള്ള സ്മരണ അന്തരീക്ഷത്തിൽ നാം മുഖരിതമാക്കും. അത് നാം ലോകത്ത് ഉയർത്തുക തന്നെ ചെയ്യും. താങ്കളുടെ കീർത്തിയെ നാം ഉയർത്തുക തന്നെ ചെയ്യുമെന്ന പടച്ചവന്റെ ആ പ്രഖ്യാപനത്തെ അക്ഷരാർത്ഥത്തിൽ സാധൂകരിക്കുകയാണ്. അല്ലേ? ഇവിടെ ലൊഹറ് ബാങ്ക് കൊടുക്കുമ്പോ വേറൊരു സ്ഥലത്ത് അസർ, മറ്റൊരു സ്ഥലത്ത് മഗ്രിബ്. ഇവിടെ ബാങ്ക് കൊടുക്കാത്തപ്പോൾ മറ്റു പലയിടത്തും പല വക്തുകളിലും ബാങ്കുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പടച്ചവന്റെ, പ്രവാചകന്റെ, അള്ളാഹുവിന്റെ മഹത്വം വിളംബരം ചെയ്യാത്ത, റസൂലിന്റെ റിസാലത്ത് ആവർത്തിക്കാത്ത ഒരു നിമിഷവും കടന്നു പോവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. ബാങ്കിന് ശേഷം നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, ബാങ്ക് കേൾക്കുന്ന വിശ്വാസി ആ ബാങ്കിന് ശേഷം നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള നമ്മുടെ ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുന്ന പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ഈ പൂർണ്ണമായ വിളിയുടെ അഥവാ ജാമിയവും മാനിയുമായ ഈ വിളിയുടെ ഉടമയായ അല്ലാഹുവേ, ഉൾക്കൊള്ളേണ്ട എല്ലാ ആശയങ്ങളെയും പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുള്ള ഈ വിളിയുടെ ഉടമയായ നാഥ, വസ്സലാത്തിൽ ഖായിമ, ആസന്നമായിട്ടുള്ള ഈ നമസ്കാരത്തിന്റെയും ഉടമയായ റബ്ബേ, നിലനിർത്തപ്പെടുന്ന ഈ നമസ്കാരത്തിന്റെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സഹസ്രാബ്ദങ്ങളായി പരിപാലിക്കപ്പെട്ടു പോരുന്ന ഈ നമസ്കാരത്തിന്റെയും ഉടമസ്ഥനായ നാഥ, ആത്തി മുഹമ്മദിനിൽ വസീലത വൽ ഫദീല, ഞങ്ങളുടെ ഹബീബായ റസൂലിന്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകന് നീ വസീലത്ത് നൽകണം. വസീലത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ്. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ബാങ്കിന് ശേഷം വിശ്വാസികൾ എനിക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രാർത്ഥന ഞാനും എന്റെ ഉമ്മത്തും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നവർക്കാണ് ആഖിറത്തിൽ എന്റെ ശഫാഅത്തിന് അർഹത ഉണ്ടായിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഹബീബിന് ഉയർന്ന പദവികൾ നൽകണം നീ. നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്തുത്യർഹമായ ആ ഉയർന്ന സ്ഥാനത്തേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ നീ ഉയർത്തുകയും ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തിരക്കുകൾക്കിടയിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ പ്രവാചകന്റെ ശഫാഅത്തിനുള്ള അർഹത നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ്. ബാങ്കിനോട് പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ തന്നെ വിജയത്തിന്റെ വിളിയോട് നമുക്ക് പോസിറ്റീവായി പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. ആ വിളിക്ക് ശേഷം ഹബീബായ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏതാനും നിമിഷങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. അത് നമ്മുടെ തന്നെ ആഖിറത്തിലെ വിജയത്തിന് അനിവാര്യമാണ് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ഈ ബാങ്കിന്റെ ഘടന ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാങ്കിന്റെ ഘടന ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനെ അള്ളാഹുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെ? പടച്ചവന്റെ മഹത്വം വിളംബരം ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അതും വിളംബരം ചെയ്യുന്നുണ്ട്. അതിനെ റസൂലുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്നവനും കേൾക്കുന്നവനും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്നവനെയും കേൾക്കുന്നവനെയും റസൂലുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അന്ത്യദിനത്തിലെ ശഫാഅത്തുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ചെറിയ പ്രായം മുതൽ കേട്ട് ശീലമായതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ബാങ്കിന്റെ ആത്മാവ് ഉൾക്കൊള്ളുവാൻ, ആ ബാങ്കിലെ വചനങ്ങളുടെ ആശയ ഗാംഭീര്യം വേണ്ട വിധം മനസ്സിലാക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല എന്നതുകൊണ്ടാണ്. ബാങ്കിന്റെ മഹത്വവും
അത് ഉൾക്കൊള്ളുന്ന ആശയ പ്രപഞ്ചവും അതൊക്കെ മനസ്സിലാക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടുകൊണ്ട് കിടന്നുറങ്ങാൻ എങ്ങനെയാണ് കഴിയുക? ചാടി എഴുന്നേൽക്കില്ലേ? നമ്മുടെയൊക്കെ പൂർവികരുടെ ചരിത്രം അതാണല്ലോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ഹിദായത്തിന്റെ വഴി നമുക്ക് പകർന്നു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചരിത്രം കോറിയിട്ട വരികളിൽ നമ്മൾ കാണുന്നത് മാ തറക്കഹൻ നബിയ്യു ഫീ മറദിൽ മൗത്ത് എന്നാണ്. മാ തറക്കഹൻ നബിയ്യു ഫീ മറദിൽ മൗത്ത്, മരണാസന്നനായ രോഗാവസ്ഥയിൽ പോലും ജമാഅത്ത് നമസ്കാരത്തിൽ തിരുമേനി വീഴ്ച വരുത്തിയില്ല എന്ന്. അനങ്ങാൻ കഴിയുന്നത് വരെ അവിടുന്ന് മദീന പള്ളിയിൽ ജമാഅത്തായി നമസ്കരിച്ചു. മരണാസന്നനായ വേളയിൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ആയുഷിന്റെ അവസാന കാലത്ത് പനി പിടിച്ച് വിറച്ച് പുതച്ചു കിടക്കുമ്പോ ഒരു നിലക്കും നിവൃത്തിയില്ലാതായപ്പോ അവിടുന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമായി നിൽക്കാൻ നിർദ്ദേശം നൽകി. എന്നിട്ടും പരസഹായത്തോടു കൂടി പള്ളിയിലെത്തി സിദ്ദീഖുൽ അക്ബറിന് പിന്നിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കുന്ന പ്രവാചകനെയാണ് പ്രിയമുള്ളവരെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ആ പ്രവാചകന്റെ അനുയായികളാണെന്ന് അഭിമാനിക്കുന്ന നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് നമ്മെ വിലയിരുത്താൻ കഴിയണം. തിരുത്തലുകൾ ആവശ്യമുള്ളിടത്ത് തിരുത്താൻ നമ്മൾ തയ്യാറാകണം. മാറ്റം ആവശ്യമുള്ളിടത്ത് മാറാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് പ്രിയമുള്ളവരെ സൂചിപ്പിക്കാനുള്ളത്. സലഫ് സ്വാലിഹിൽപ്പെട്ട ഒരു പണ്ഡിതൻ രോഗാവസ്ഥയിൽ പോലും തന്നെ പള്ളിയിലേക്ക് ചുമക്കാൻ മക്കളോട് ആവശ്യപ്പെടുന്നുണ്ട്. ചരിത്രത്തിൽ മക്കൾ പറയുന്നുണ്ട്, യാ അബ അൻത മരീദ് ഖദ് അദ്റകല്ലാഹ്, പ്രിയപ്പെട്ട പിതാവേ താങ്കൾ രോഗിയാണല്ലോ, അള്ളാഹു താങ്കൾക്ക് ഇളവ് നൽകിയിട്ടുണ്ടല്ലോ. അദ്ദേഹം അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അസ്മഉ ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് സുമ്മ ലാ ഉജീബ്. മക്കളെ, ഞാൻ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുകയും സുമ്മ ലാ ഉജീബ് എന്നിട്ട് ഞാൻ അതിന് ഉത്തരം നൽകാതിരിക്കുകയും ചെയ്യുകയോ സാധ്യമല്ല മക്കളെ. അതുകൊണ്ട് നിങ്ങൾ എന്നെ പള്ളിയിലെത്തിക്കണം. ഫഹമലൂഹു, അങ്ങനെ അവർ അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് പള്ളിയിലെത്തിക്കുകയാണ്. ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഫഖുബില റൂഹുഹു ഫി സജദത്തിൽ അഖീറ, അവസാനത്തെ സുജൂദിൽ അദ്ദേഹത്തിന്റെ റൂഹ് വിരിയുന്നതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് മരണാസന്നനായി ഐസിയുലേക്ക് കൊണ്ടുവരേണ്ട സമയത്ത് പള്ളിയിലെത്തിക്കുന്നതിനെ പറ്റിയല്ലേ പറയുന്നത്, മറിച്ച് നമ്മുടെ പൂർവികർ ഇഖാമത്തു സ്വലാത്തിന്റെ വിഷയത്തിൽ ആദ്യ ജമാഅത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ജാഗ്രത പുലർത്തിയിരുന്നു, എത്ര നിഷ്ഠ പുലർത്തിയിരുന്നു, എത്ര പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടിയാണ് ഇഖാമത്തു സ്വലാത്തിനെ അവർ കണ്ടിരുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളും അവരും തമ്മിലുള്ള വിള്ളലുകളും വിടവുകളും നികത്താനും തിരുത്താനും മാറ്റം ആവശ്യമുള്ളിടത്ത് മാറി സഞ്ചരിക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതുവഴി ഇഖാമത്തു സ്വലാത്തിനെ ജീവിതത്തിൽ സ്ഥാപിച്ചവരായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ മഹ്ശറിൽ അള്ളാഹു ആദ്യമായി നമ്മുടെ അമലുകൾ വിചാരണക്കെടുക്കുമ്പോൾ, നമ്മുടെ നമസ്കാരം ആ ഭാണ്ഡത്തിൽ നിന്ന് ആദ്യം പുറത്തെടുക്കുമ്പോൾ, ആ പുറത്തെടുക്കുന്ന സന്ദർഭത്തിൽ അത് എന്ന് പറഞ്ഞ അതിനെ ഏറ്റവും മനോഹരമായി നിർവഹിച്ച അവസ്ഥയിൽ വിജയികളാകാനും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.